Hello friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലെ പോയിന്റിംഗ് വെക്റ്റർ ആൻഡ് പോയിന്റിംഗ് തിയറം എന്ന് പറയുന്ന സെഷനാണ്. നമ്മൾ ഓൾറെഡി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ നേച്ചർ എന്താണെന്ന് പറഞ്ഞു, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻസ് ഉണ്ട് ആൻഡ് ദേ ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്. Electric and magnetic fields are perpendicular to the direction of propagation and perpendicular with each other. Electric and magnetic field compounds are perpendicular with each other. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫറിങ് എനർജി. ആ വേവ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദിസ് thing, that is electromagnetic wave transfer energy. This amount of energy transferred per unit time, per unit area is known as the Poynting vector, which is represented by a symbol vector S. ബോൾഡ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ഇതൊരു വെക്ടർ ആണ് എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് വെക്ടറിൻ്റെ ആരോ സിമ്പിൾ കൊടുത്തിട്ടും റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനർജി ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ, പെർ യൂണിറ്റ് ടൈം, പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് ദ പോയിന്റിംഗ് വെക്ടർ. ഈ എനർജി ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ, പെർ യൂണിറ്റ് ടൈം എന്ന് എഴുതിയാൽ മാത്തമാറ്റിക്കലി ദർ ഈസ് നോ പ്രോബ്ലം. അങ്ങനെ വന്നാൽ നമുക്ക് ആ ഇക്വേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ യു ക്യാൻ യൂസ് ബോത്ത്, ബട്ട് പ്രിഫറബിളി എനർജി ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ടൈം, പെർ യൂണിറ്റ് ഏരിയ ആണ് പറയുന്നത്. നൗ നമുക്കറിയാം, ഒരു സർഫസ് എടുക്കുക, ആ സർഫസിൽ ചെറിയൊരു ഏരിയ, യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ഒരു ഏരിയയിലൂടെ എത്രത്തോളം ഇലക്ട്രോമാഗ്നറ്റിക് എനർജി അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒരു സെക്കൻഡിൽ എത്രത്തോളം എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിൻ്റെ മെഷറിനെയാണ് നമ്മൾ പോയിന്റിംഗ് വെക്ടർ, അതിൻ്റെ മെഷറാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് എനർജി ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ടൈം, പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് പോയിന്റിംഗ് വെക്ടർ. നൗ എനർജി ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ടൈം, എനർജി എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഓൾസോ സേ ദിസ് ഇസ് വർക്ക്, ബോത്ത് ഡയമെൻഷനലി ബോത്ത് ആർ ഈക്വൽ. വർക്ക് പെർ ടൈം, വർക്ക് ബൈ ടൈം ഈസ് നോൺ ആസ് പവർ. So energy transfer per unit time is known as power. This power per unit area is also indicating the pointing vector. So pointing vector is energy transfer per unit time, per unit area, or it is the power per unit area, power flown out through a surface per unit area is known as the pointing vector. So it is it's in its unit is joule per second. എനർജിയുടെ യൂണിറ്റ് ജൂളാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ജൂൾ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ, മീറ്റർ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ജൂൾ പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓർ യു ക്യാൻ ഇൻ ടേംസ് ഓഫ് പവർ പെർ യൂണിറ്റ് ഏരിയ എന്നുള്ള ഫോമിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പവർ എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ് ഇറ്റ്സ് യൂണിറ്റ്. സോ പോയിന്റിംഗ് വെക്ടറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. Okay, it is also referred as flux density. Pointing vector നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി. യു നോ എനർജി അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് നമ്മൾ ഫ്ലക്സ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ എനർജി ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ ഈസ് ഇറ്റ്സ് ഫ്ലക്സ്. പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഫ്ലക്സ്. സോ ദിസ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി എന്നുള്ള പേരിലും പോയിന്റിംഗ് വെക്ടർ പറയാം. സോ ഇറ്റ് ഈസ് ദ എനർജി ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ടൈം, പെർ യൂണിറ്റ് ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു പവർ പെർ യൂണിറ്റ് ഏരിയ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലക്സ് ഡെൻസിറ്റി. ഓൾ ദീസ് ആർ ഇൻഡിക്കേറ്റിംഗ് ദ പോയിന്റിംഗ് വെക്ടർ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ജൂൾ പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ ഓർ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. സോ this is an electromagnetic wave. It's electromagnetic wave, electric field, magnetic field, and we know this pointing vector, the name is itself indicating that this is a vector. Pointing vector എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേരിൽ തന്നെ ഉണ്ട്, ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. That means it has a specific direction. ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കണം.
So its direction is always such that perpendicular to both electric and magnetic field. Electric and magnetic field direction perpendicular ആയിട്ടായിരിക്കും pointing vector direction. So pointing vector depends on both electric and magnetic field. Pointing vector electric and magnetic field ne depend ചെയ്യുന്നു. Both electric field which is a vector quantity, magnetic field which is again a vector quantity. So its direction is the direction of propagation of wave or perpendicular to both the direction of E and B. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൂവ് ചെയ്തൊരു കാര്യമുണ്ട്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് നമ്മൾ പറഞ്ഞത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ വിച്ച് ഇസ് ട്രാൻസ്വേഴ്സ് വേവ്. Here electric and magnetic fields are perpendicular to the direction of propagation and also perpendicular with each other. Parasparam perpendicular. Electric and magnetic field parasparam perpendicular ആണ്. Also perpendicular to the direction of propagation. Propagate ചെയ്യുന്ന direction perpendicular ആണ്. അപ്പോൾ നമ്മൾ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെന്ന് പറഞ്ഞു. ഈ പോയിന്റിംഗ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ like this. Suppose electric field is in x direction, magnetic field is in y direction, then the pointing vector will flow in z direction, indicates in z direction. Z direction ആയിരിക്കും പോയിന്റിംഗ് വെക്ടർ ഉണ്ടാവുക. നമ്മൾ ഇതേ കാര്യം തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രൊപ്പഗേഷൻ, വേവിന്റെ പ്രൊപ്പഗേഷന്റെ കാര്യത്തിലും പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് എക്സിലും മാഗ്നറ്റിക് ഫീൽഡ് വൈയിലാണെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് z ഡയറക്ഷനിലായിരിക്കും. സോ പോയിന്റിംഗ് വെക്ടറിന്റെ ഡയറക്ഷനും വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും സിമിലർ ആയിരിക്കും, പാരലൽ ആയിരിക്കും. ആൻഡ് വിച്ച് ആർ ബോത്ത് this pointing vector is perpendicular to both the direction of electric and magnetic fields. And it is given by, mathematically pointing vector is given by vector s is equal to 1 by mu 0 E cross B. Here bold letter ആയി കാണിച്ചു കഴിഞ്ഞാലും that is indicating vector. വെക്ടറിനെ നമുക്ക് വെക്ടർ ആരോ സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണിക്കാം. So 1 by mu 0 E cross B is the pointing vector. The mathematical representation is 1 by mu 0 E cross B. And we know S is equal to 1 by mu 0 E cross B, which is a cross product, hence it is a vector quantity. And E and B, E cross B യുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് E യുടെയും B യുടെയും ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ഡയറക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കുക പോയിന്റിംഗ് വെക്ടർ ഉണ്ടായിരിക്കുക. And we know E cross B is equal to EB sin theta. And for an electromagnetic wave, E and B are mutually perpendicular to each other. Look at this figure. X direction on electric field, magnetic field y direction. So this angle between them is 90 degree. So you can see this sin 90 or sin pi by 2 radians. Sin 90 having pi by 2 radians in the value, sin pi by 2 in the value remember 1 another. So you can simply write EB by mu 0, which will be the magnitude of pointing vector. EB by mu 0 will be the magnitude of pointing vector if E and B are perpendicular to each other, and its direction is perpendicular to both the direction of electric and magnetic field. Okay, so this is the case of pointing vector. Now we are moving to pointing theorem. This theorem is also known as work energy theorem of electrodynamics. Electrodynamics le work energy theorem ennulla peril namukku ariyappeduന്ന theorem aanu pointing theorem. നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സിലൊരു വർക്ക് എനർജി തിയറം ഉണ്ട് അല്ലേ, അതേപോലെ തന്നെ ഇലക്ട്രോഡൈനാമിക്സിലുള്ള വർക്ക് എനർജി തിയറമാണ് പോയിന്റിംഗ് തിയറമായിട്ട് പറയുന്നത്. ഈ പോയിന്റിംഗ് തിയറത്തിനെ അങ്ങനെ ഒരു പേരിൽ കൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു പോയിന്റിംഗ് തിയറം, the work done on the charges by the electromagnetic force is equal to the decrease in energy stored in the field less the energy that flowed out through the surface. Okay, ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. The work done on the charges by the electromagnetic force is equal to the decrease in energy stored in the field less the energy that flowed out through the surface. We are considering a closed surface. ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യാൻ പറയുന്നതാണ്. ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കാം. ദ സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഇസ് ഹിയർ. ഇവിടെ ഈ ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലായിട്ട് തന്നെ അവിടെ ഒരു ചാർജ് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്ലോസ് സർഫസ്, ഇവിടെ സോഴ്സ് ഓഫ് ചാർജ്, ഇവിടെ ഒരു ചാർജ് പുറത്ത് ഇരിക്കുന്നുണ്ട്. നൗ ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഓൺ ദിസ് ചാർജ്
ബൈ ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇവിടെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് ഈ ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി ഉണ്ട്, ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി ഉണ്ട്. ആ എനർജിയിൽ എത്രത്തോളം ഡിക്രീസ് സംഭവിച്ചു, മൈനസ് നമ്മൾ ഈ സർഫസിൽ നിന്ന് എത്രത്തോളം എനർജി പുറത്തേക്ക് പോയി നോക്കുക. അപ്പോൾ ആ പുറത്തേക്ക് പോയ എനർജി കുറയ്ക്കണം. അപ്പോൾ റിമൈനിങ് എമൗണ്ട് ഓഫ് എനർജിയാണ്, അല്ലെങ്കിൽ റിമൈനിങ് എമൗണ്ട് ഓഫ് എനർജിയാണ് ആ ചാർജുകളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന വർക്കായിട്ട് മാറുന്നത്. സോ ദിസ് ഇസ് നോൺ ആസ് ദ പോയിന്റിംഗ് തിയറം. ഒരു ക്ലോസ്ഡ് സർഫസ്, ഇവിടെ സപ്പോസ് നമുക്ക് ഞാൻ അസ്യൂം ചെയ്യാണ് ഒരു 10 joules എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. പുറത്തേക്ക് പോയത് ഒരു 3 joules എനർജി. ഈ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയ എനർജി എത്രയാണെന്ന് മെഷർ ചെയ്താൽ അത് 3 joules എനർജിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ബാക്കിയുള്ള 10 joules മൈനസ് 3 joules അല്ലേ. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്തു, ഇവിടുന്ന് എനർജി കുറഞ്ഞിട്ടാണ് ഈ സ്റ്റോർ ചെയ്ത 10 joules എനർജി യൂസ് ചെയ്തിട്ട് ഇവിടെയുള്ള എന്തിൻ്റെയൊക്കെയോ മുകളിൽ ആക്ട് ചെയ്യുന്നു. ബാക്കി 3 joules ഓഫ് എനർജി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്ത എനർജി എത്ര ഡിക്രീസ് സംഭവിച്ചു, 10 joules ആണ് ഉണ്ടായിരുന്നത്, അത് മുഴുവൻ പോയി അല്ലേ. അപ്പോൾ 10 joules ഓഫ് എനർജി ഈസ് ഡിക്രീസ്ഡ്, 3 joules ഓഫ് എനർജി പുറത്തേക്ക് ഫ്ലോ ചെയ്ത് പോയി. അപ്പോൾ ബാക്കിയുള്ള 7 joules ഓഫ് എനർജി, ദാറ്റ് ഈസ് 10 മൈനസ് 3 joules ഓഫ് എനർജി, 7 joules ഓഫ് എനർജിയാണ് എന്ത് ചെയ്തത്, ഈ ചാർജിൻ്റെ മുകളിൽ, അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ചാർജുകളുടെ മുകളിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലേ. അത്രയും വർക്കാണ് ഈ ചാർജിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുക. സോ ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പോയിന്റിംഗ് തിയറം. ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞതാണ്, ദ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്ഫർ പെർ യൂണിറ്റ് വോളിയം ഫ്രം എ റീജിയൻ ഓഫ് സ്പേസ് ഈക്വൽസ് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ ഓൺ എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് എനർജി ഫ്ലക്സ് ലീവിങ് ദാറ്റ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെയുള്ള ക്ലോസ്ഡ് സർഫസ്, അവിടെ സെൻറ്ററിലുള്ള ആൾക്കാർ അവിടെ നിന്ന് എത്രത്തോളം എനർജി ട്രാൻസ്ഫർ സംഭവിച്ചു, എനർജി ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ടൈം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അതെന്താണ്, ദാറ്റ് ഈസ് ഈക്വൽസ് റേറ്റ് ഓഫ് വർക്ക് ഡൺ ഓൺ എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ ചുറ്റുമുള്ള ചാർജുകളുടെ മുകളിൽ എത്രത്തോളം വർക്ക് ചെയ്തു പ്ലസ് എത്രത്തോളം എനർജി ഫ്ലോ ഔട്ട് ചെയ്തു. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ സെൻറ്ററിൽ എത്ര എനർജി ഉണ്ടെന്ന് നോക്കുക, എനർജി എത്രത്തോളം സെൻറ്ററിൽ നിന്ന് റിലീവ് ചെയ്ത് പോയി നോക്കുക. അത് എന്തിനോട് തുല്യമായിരിക്കും പറയുന്നത്, ചുറ്റുമുള്ള ചാർജുകളുടെ മുകളിൽ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടോ അത് പ്ലസ് പുറത്തേക്ക് എത്ര എനർജി പോയിട്ടുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും സമ്മായിരിക്കുന്നത് എനർജി സ്റ്റോർഡ് ഇൻ ദിസ് എനർജി ട്രാൻസ്ഫർ ഫ്രം ദ സെൻറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുത്താൽ 10 joules ഓഫ് എനർജിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ. 7 joules വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചു, 3 joules പുറത്തേക്ക് ഫ്ലോ ചെയ്തു. അപ്പോൾ ഈ 10 joules എന്ന് പറയുന്നത് വർക്ക് ചെയ്ത 7 joulesൻ്റെയും പുറത്തേക്ക് ഫ്ലോ ചെയ്ത 3 joulesൻ്റെയും സമ്മായിരിക്കുമെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഇവിടെ ആണെങ്കിൽ തിരിച്ചാണ് പറയുന്നത്, 7 joules ഓഫ് എനർജിയാണ് വർക്ക് ചെയ്യാനുണ്ടായത്, അത് കുറഞ്ഞ 10 joules പുറത്തേക്ക് പോയ 3 joulesൻ്റെയും ഡിഫറൻസ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത്രയും ജൂൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്കാണ് ഇവിടെ ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ബോത്ത് ആർ ഈക്വൽ, രണ്ട് കാര്യവും സെയിം ആണ്, പക്ഷെ രണ്ട് രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കുക, ദ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്ഫർ dW/dt, റേറ്റ് ഓഫ് എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആക്ട് ചെയ്ത വർക്ക്, ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം, അതാണ് dW/dt. അതെന്ന് പറയുന്നത് -d/dt ഓഫ് ½ ε0 പ്ലസ് b²/μ0, ഹാഫ് രണ്ടിനുണ്ട് d2 അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താ, ½ ε0 is the energy stored in electric field and b²/2μ0 is the energy stored in magnetic field. That is total energy stored in electromagnetic field ആണ് ഈ ഫസ്റ്റ് ടേം കാണിക്കുന്നത് അല്ലേ. അപ്പോൾ d/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഡിക്രീസിങ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി സ്റ്റോർഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ഫീൽഡ് ലെസ് മൈനസ് ദ എനർജി ഫ്ലോഡ് ഔട്ട് ത്രൂ ദ സർഫസ്, ഈ സർഫസിൽ നിന്ന് പുറത്തേക്ക് എത്രത്തോളം എനർജി ഫ്ലോ ഔട്ട് ചെയ്തു. ദാറ്റ് ഈസ് ദിസ്. സോ ദിസ് ഈസ് ദി amount of work per unit time
on the charges. അതാണ് dW by dt. So work done on the charges by electromagnetic force is dW by dt, which is equal to decrease in energy stored in the field, decrease in energy stored in the electromagnetic field, less or minus the energy that flowed out through the surface. This surface is the energy. So this is the pointing theorem. Okay, thank you.